ഇപ്പോഴും ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം, ഷോർട്ടായിട്ട് പറയാം. ഐ എം നോട്ട് പ്രിപ്പയർഡ്. ഞാൻ മാർത്തോമാറ്റ് ഫാമിലിയിലാണ് ജനിച്ചത്. ആ മാർത്തോമാറ്റ് ചർച്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് പെന്തിക്കോസ്റ്റൽ ചർച്ചിൽ പോയി. പിന്നെ പെന്തിക്കോസ്റ്റ് ഫാമിലി ഒത്തിരിടൊക്കെ പോയി സ്നാനപ്പെട്ടു. ഇറ്റ് വാസ് വിത്ത് ജ്വൽസ്. സ്നാനപ്പെട്ടു. പിന്നെ ജീവിതം വേറെ രീതിയിലായിപ്പോയി. എന്നാൽ ദൈവം എന്നെ പരിപാലിച്ചു, കാത്തുകൊണ്ട് നടത്തി. നേഴ്സായിട്ട് ഒരു വലിയ ഹോസ്പിറ്റലിൽ ജോലി എനിക്ക് ലഭിച്ചു. അവിടെയും ജോലി ചെയ്യുന്നത് 1.5 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ പോന്നു, നാട്ടിൽ പോന്നു. നാട്ടിൽ വന്ന് സുവിശേഷവേലയ്ക്കായിട്ട് അനേകർക്ക് ട്രാക്ട്സ് കൊടുത്തു, ബൈബിൾ കൊടുത്തു, ബുക്സ് കൊടുത്തു, എൻ്റെ എല്ലാം ഞാൻ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നതാണ്, എപ്പോഴും ദൈവനെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥിക്കണം. അത് രാവിലെ എണീച്ച് പ്രാർത്ഥിക്കണം. അത് ദൈവം എന്നോട് പറയാം. അത് രാവിലെ എണീച്ച് പ്രാർത്ഥിക്കുക. അത് ദൈവം എന്നോട് പറയും. മനസ്സിലാകുന്ന ദൈവം തോന്നിപ്പിക്കുക. ചെന്നൈ വെച്ച് അനേക ഹിന്ദു ഗേൾസ് ഫ്രണ്ട്സായിരുന്നു. അവരെല്ലാം യേശുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട ദേവസഭയോട് ചേർന്ന്. പക്ഷേ അവരെല്ലാം സീക്രട്ട് ക്രിസ്ത്യൻസാണ്. അവരാരും ക്രിസ്ത്യൻസാണെന്ന് വെളിയിൽ പറഞ്ഞില്ല. അവർ വീട്ടിൽ സീക്രട്ടിൽ ദേ ആർ പ്രേയിങ് ടു ഗോഡ്. ഒരു ബൈബിളിൽ ഒരു പേപ്പർ കീറിക്കൊണ്ടാണ് അവർ പോയി വായിക്കുന്നത്. കാരണം ബൈബിൾ എടുക്കാൻ അവരുടെ വീട്ടിൽ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവർ ബൈബിളിലെ പേപ്പർ കീറി അത് പോയിരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. ഞാനെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് കൂടിയപ്പോൾ അവർ പെൺകുട്ടി പറഞ്ഞു, ജോലി നിനക്ക് മിനിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കേൾക്കുവാൻ വളരെ വിഷമമായിരുന്നു എനിക്ക്. കാരണം എൻ്റെ MBBS അല്ലെങ്കിൽ നഴ്സിങ് ഉള്ള കരിയറെല്ലാം ഞാൻ വിടണം, മിനിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വളരെ വിഷമിച്ചു. പക്ഷേ മനസ്സുകൊണ്ട് കർത്താവിനെ ഞാൻ സ്തുതിക്കുമായിരുന്നു. എപ്പോഴും ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് എൻ്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ മുമ്പാകെ ഞാൻ താണിരുന്ന് പ്രാർത്ഥിക്കും. അവർ ഞാൻ മറ്റുള്ളവർ എന്നേക്കാൾ വിഷ്ണുമാർ എന്നെക്കുൾ വീഴുന്നു പറഞ്ഞത് പോലെ എന്നോടത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവർ ചിലർ, അവരോട് അവർ വലുതായിട്ട് ഞാനൊന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് അവരുടെ വീണാണ് നിൽക്കുന്നത്. എന്നെ പരിഹസിച്ച കൂടെ ജനങ്ങളുണ്ട്. അവർ മിനിസ്ട്രി എടുത്തു, എന്ത് കഴിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചത്. ഞാൻ വന്ന വഴിയിലെല്ലാം നോക്കിയാൽ ഒരു കഷ്ടതയും പ്രയാസങ്ങളും കൂടി കടന്നെത്തി. സ്നേഹിക്കുവാൻ ആരുമില്ലാതിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം അച്ഛൻ പറഞ്ഞു, ഡൽഹിയിലെ അച്ഛൻ പറഞ്ഞു, ഒന്ന് പ്രസംഗിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു ഷോർട്ടായിട്ട് ചർച്ചിൽ പ്രസംഗിച്ചു. ബാക്കി അച്ഛനെ പ്രസംഗിച്ച് ഷോർട്ടായിട്ടൊരു മെസ്സേജ് ഞാൻ അവിടെ ചർച്ചിൽ കൊടുത്തു. അന്നേരം ആ അച്ഛനെ ഉത്സാഹിച്ച് പ്രാർത്ഥിച്ചു. CSC അച്ഛനാണ്. ഉത്സാഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ ദൈവത്തിൻ്റെ പ്രൈസ് സമ്മാനവും കിട്ടി. ബുക്സ് സമ്മാനം തന്നു. ഞാൻ അവിടെ മെസ്സേജ് കൊടുത്തു. ഞാൻ ദൈവം എന്നെ സഹായിച്ചു. ഇത്രത്തോളം പരിപാലിച്ചു, ഇത്രത്തോളം ചെയ്യാൻ തന്നു, ഇത്രത്തോളം സഹായിച്ചു. ഇന്നയോളം എന്നെ പുലർത്തി, ഇതുവരെ നടത്തി. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് വിടുവാൻ ഞാനൊന്നുമില്ല നാഥ എന്ന് ഞാൻ പറയുന്നു. ഇത്രത്തോളം എന്നെ നടത്തിടുവാൻ, ഇന്നയോളം എന്നെ നടത്തിടുവാൻ എന്നുണ്ട് ഞാൻ എൻ്റെ കൃപ മാത്രം അപ്പാ ഞാൻ പറയുന്നു. തുടർന്ന് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതും സമർപ്പിക്കും, കർത്താവിൽ സമർപ്പിക്കും. ദൈവം എന്നെ നടത്തട്ടെ, പരിപാലിക്കട്ടെ. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് കടന്നുപോയി, എൻ്റെ മാതാവുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ സ്നേഹിക്കാൻ യേശുപ്പച്ചനുണ്ട്. അതിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു.